നെസ്ലിന്റെ ഏത് പടം എടുത്താലും മാത്യു ഉണ്ടല്ലോ. എന്താ മോശമാണോ? ഏത് പടം എടുത്താലും അവനുണ്ടല്ലോ. എന്താ നിങ്ങൾ എന്നെ ആക്കാൻ വേണ്ടിയുള്ള മെന്റാലിറ്റിയിൽ ഇരിക്കുന്നത്. തുറന്നു വായിച്ചോ. ഉണക്കഥ പറയുക. ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ തന്നെ മസ്താനി ആയിരുന്നു ആങ്കർ എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ത്രില്ഡ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ വന്നപ്പോ തുടങ്ങി മസ്താനിയുടെ ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ ഇംപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി, മനീഷ് നാരായണനോട് കിടപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം. 20 മിനിറ്റിൽ ഈ ഇന്റർവ്യൂ തീരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മമിത ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കരഞ്ഞു എന്നൊക്കെ സെറ്റില്. അത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞോണ്ടെങ്കിൽ വിഷമിച്ചു എന്ന് പറഞ്ഞ കരഞ്ഞു നിടങ്ങോട്ടെ, എന്നാലും സുഖം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് ആരാധകരെ ഏറ്റെടുക്കും. പക്ഷെ എന്നാൽ പോലും ഈ വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ അതിനോടൊക്കെ മീനാക്ഷി എങ്ങനെ പ്രതികരിക്കും? ഞാൻ പ്രതികരിക്കാനേ നിൽക്കുന്നില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. 2 കൈ കൂട്ടിയിടിച്ചല്ലേ സൗണ്ട് കേൾക്കുള്ളൂ. ഒരു കൈ അവിടെ നിന്ന് അടിച്ചോട്ടെ, സൗണ്ട് വെക്കുന്നുണ്ടോ? റോസ്റ്റ് സമ്മൺ. ഓ മൈ ഗോഡ്. വേണ്ട, ഞാൻ മസ്താനോ ഇല്ല ഇങ്ങോട്ടാണല്ലോ. ഞാൻ കരയൂട്ടോ. ഭീഷണിയാണോ? എന്താ കരയിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളോ? നേരത്തെ ഇപ്പൊ സംഗീത് പറഞ്ഞതുപോലെ മറ്റെന്താ മനീഷ് നാരായണനോട് പിടിക്കുന്ന ചോദ്യങ്ങളാണ്. അത് എന്ത് ലെവല് ചോദ്യങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല. കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെയാണോ ഒരു ഇന്റർവ്യൂ? ഒരു ഇന്റർവ്യൂവർ അല്ലേ താങ്കൾ? അപ്പൊ കുറച്ചുകൂടെ കൈ പിടിക്കുന്ന പാത്രമെങ്കിലും കുറച്ച് ബലത്തിൽ പിടിക്കാൻ പഠിക്കണം. 3 മേക്കപ്പ് പ്രോഡക്ട്സ്. ലിപ്സ്റ്റിക്, പൗഡർ പാഡ്, ഒരു കൂടെയുള്ള ഒരാളെ കുറിച്ച് കുറ്റം പറയുക. അത് ഭയങ്കര എന്താണ്, മറ്റൊരാളുടെ സക്സസിൽ അത് കുറ്റമൊന്നുമല്ല. ഹായ് ഹലോ, വെറൈറ്റി വീഡിയോയുടെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രേമലു എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നസ്ലിൻ, മീനാക്ഷി ആൻഡ് സംഗീത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവര് വന്നപ്പോൾ മുതലേ ഭയങ്കര കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രേമലാണ് എന്താ കൗണ്ടർ ആയിരുന്നു അത്. എന്ത് ചെയ്യുന്നത്? പ്രേമലാണ് അപ്പൊ ഏറ്റവും പുതിയ വിശേഷം. അപ്പോ പറയാ എന്തൊക്കെയുണ്ടാ? അതൊരു റോം കോമഡിയാണ് അല്ലേ? ട്രെയിലർ കണ്ടായിരുന്നു. കണ്ടു. അതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട്. കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇല്ല, അല്ല, ഇതൊരു ഗിരീഷേട്ടന്റെ റിലീസ് ചെയ്യാൻ പോകുന്ന 3ാമത്തെ സിനിമയാണ്. ഭാവന സ്റ്റുഡിയോസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു റോംകോം ജേണറിൽ വരുന്ന ഒരു എന്താ ത്രൂ ഔട്ട് ചിരിക്കാൻ പറ്റുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ്. ഇത് വളരെ ഞങ്ങൾക്കിത് ഈ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. ഭയങ്കര ഒരുപാട് മെമ്മറീസ് ഉള്ള സിനിമയാണ്. അപ്പോൾ ഇത് തിയേറ്ററിൽ ഉറപ്പായിട്ടും ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താ ക്യാരക്ടർ എന്താണ്? നസ്ലിന്റെ ഹീറോ ആണ്. അതെ, ഞാനും മമിതയാണ് മെയിൻലി ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഇവരെല്ലാം സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. സംഗീത് ചെയ്യുന്നതാണെങ്കിലും മീനാക്ഷി ചെയ്യുന്നതാണെങ്കിലും. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സച്ചിൻ ആണ്. ഇതേപോലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പയ്യനാണ് സച്ചിൻ. മീനാക്ഷിയുടെ എന്റെ ക്യാരക്ടറുടെ പേര് നിഹാരിക AK വാട്ടർലിസ്റ്റ്. ഇൻസ്റ്റാഗ്രാം നെയിമാണോ? അല്ലല്ല, എന്റെ പേര് അതിനകത്ത് നിഹാരിക എന്നാണ്. പക്ഷെ എല്ലാരും വിളിക്കുന്നത് വാണ്ടർലിസ്റ്റ് എന്നാ. എനിക്ക് പടത്തിൽ അങ്ങനെ ത്രൂ ഔട്ട് ഉള്ള ക്യാരക്ടർ അല്ല. പക്ഷെ ഉള്ള ക്യാരക്ടേഴ്സ് നല്ല രസമുള്ള, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. കുറച്ച് ഫണ്ണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. കുറച്ച് ഇച്ചിരി ഒരു ചെറിയ വട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ലൈക്ക് സ്വഭാവത്തിൽ തന്നെ ആള് ഭയങ്കര കുറച്ച് ഈ ലോകത്തൊന്നുമല്ല, കുറച്ച് ഹൈ ആണ്. കുറച്ച് ക്വർക്കി ആയിട്ടുള്ള ഒരു ആളാണ് നിഹാരിക. ആയിട്ടുള്ള ഒരാളാണ്. കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് കൈൻഡ് ഓഫ്. പക്ഷെ ഇങ്ങനെ എന്താ മറ്റേ സാഹചര്യത്തിനനുസരിച്ച് ഡീസന്റ് ആയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ആളൊന്നും അല്ല. എനിക്ക് എന്ത് തോന്നുന്നു അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇതൊക്കെ ഞാൻ തന്നെ വിചാരിച്ചെന്ന ക്യാരക്ടറെ കുറിച്ച് പഠനം നടത്തി ഇവരപ്പുറത്തുനിന്ന് വിചാരിക്കണ്ടോ അതാണോ ഉദ്ദേശിച്ചത്. നോർമൽ ഒരു ക്യാരക്ടർ, പക്ഷെ ഫുൾ ലെങ്ത് അല്ല, എന്നാലും നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്.
അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ. ശരി, ഇവിടെ എന്താ ക്യാരക്ടർ? ഇനി കുറച്ച് നേരം നോക്കാതിരിക്കും. ഐ കോണ്ടാക്ട് പറ, ഇടില്ല ഞാൻ. എന്റെ ക്യാരക്ടറിന്റെ ഒരു അമൽ ഡേവിസ് എന്നാണ്. അപ്പോ ഞാനും നെസ്ലിനും ആണ് ത്രൂ ഔട്ട്, ഞങ്ങള് ഇവന്റെ കൂടെ ത്രൂ ഔട്ട് ഫ്രണ്ടായിട്ടാണ് ക്യാരക്ടർ. താങ്കളാണ് അപ്പൊ ആളെ കുഴി കൊണ്ട് ചാടിക്കുന്നത്. കുഴി ചാടിക്കാണോ കരകയറ്റുകയാണോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ അതാണ് പരിപാടി. എനിക്ക് തോന്നുന്നു ഒരു ത്രൂ ഔട്ട് റോള് ഇതില്. തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ഞാൻ ചെയ്യുന്നതും ആദ്യമായിട്ട്. ഇതിനു മുമ്പെല്ലാം പല പല മൊമെന്റുകൾ വന്ന് കഴിഞ്ഞു പോകുന്ന പരിപാടികളായിരുന്നു. ഇതില് ഞങ്ങൾ രണ്ടുപേരും ഹൈദരാബാദിൽ എത്തുന്നതും പരിപാടികളൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ എനിക്ക് തോന്നുന്നു ഭാവന സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷൻ ഇപ്പം ഗിരീഷ് ചേട്ടന്റെ ഒരു ലക്കി സ്റ്റാർ ആണോ ശരിക്കും നെസ്ലിൻ? എല്ലാ പടത്തിലും ഉണ്ട്, തണ്ണീർമത്തനിൽ ചെയ്തു. അതായിരിക്കുമല്ലോ വീണ്ടും വിളിക്കുന്നത്. പിന്നെ ടാലന്റ്, പിന്നെ എന്റെ ഈ കഴിവ്, എന്റെ ഈ സൗന്ദര്യം അല്ലേ. അല്ല, ഗിരീഷ് ചേട്ടന് വർക്ക് ചെയ്യാൻ ഞങ്ങൾക്കിടയിൽ ഭയങ്കര ആ ഒരു അതെ കംഫർട്ടബിൾ സ്പേസ് ഉണ്ട് ഞങ്ങൾക്ക്. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര ഞങ്ങളുടെ ഒക്കെ ആണെങ്കിലും ഞങ്ങളുടെ ആ സംഗീതം തണ്ണീർമത്തനിലുണ്ടായിരുന്നു, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബിഹൈൻഡ് ദി ക്യാമറ പുള്ളിക്കാരൻ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അതൊരു വേറെ പരിപാടിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞങ്ങളുടെ ഹ്യൂമർ പരിപാടികളൊക്കെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് മനസ്സിലാവുകയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചിരിക്കുകയും ചെയ്യുന്ന കോമഡികളാണ് ഞങ്ങളുടെ. ഐ മീൻ ബിഹൈൻഡ് നമ്മളല്ലാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ. കാരണം അത് ആദ്യം മുതൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ വരുന്നൊരു സിങ്കാണ്. ഗിരീഷേട്ടൻ ഒരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കിട്ടും. ഞങ്ങളുടെ കോംബോയിലും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാ. ഞാനും നെസ്ലിനും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്. പക്ഷെ നമ്മള് തണ്ണീർമത്തൻ തുടങ്ങി ഒരുമിച്ച് അല്ലാതെ എപ്പോഴും ഫോൺ ത്രൂ ആണെങ്കിൽ കാണുന്നതാണ്. തണ്ണീർമത്തൻ മുതലുള്ള ഒരു ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ നോർമൽ ലൈഫിലെ കുറെ കോമഡികൾ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ണ് നിറയുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ കേട്ട് എന്താണ് ഓക്കെ. നമ്മള് ട്രെയിലർ നോക്കുന്ന സമയത്ത് കണ്ടത് മാത്യുയുടെ ഒരു ക്യാരക്ടറാണ്. അപ്പം നെസ്ലിന്റെ ഏത് പടം എടുത്താലും മാത്യു ഉണ്ടല്ലോ. നിങ്ങൾ ഒന്നെടുത്തൊന്നും അതെന്താ മോശമാണോ? ഏത് പടം എടുത്താലും അവനുണ്ടല്ലോ. എന്താ നിങ്ങൾ എന്നെ ആക്കാൻ വേണ്ടിയുള്ള മെന്റാലിറ്റിയിൽ ഇരിക്കും. അല്ല, ഞാൻ ചോദിച്ചതേ ചോദ്യം. അല്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. അല്ല, അവനും ഇതേപോലെ ഇതില്. പക്ഷെ അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കോംബോ വർക്ക്. ഇതിലും ആ ഒരു കോംബോ എന്നുള്ളത് ദാസനും വിജയനൊക്കെ പോലെ പുതിയ കോംബോ. മാത്യുവിനായിട്ടുള്ള അങ്ങനെ ഒരു കോംബോ പരിപാടി ഇതിൽ വർക്ക് ചെയ്യാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഞങ്ങള് തമ്മിലും ഉണ്ട്. പിന്നെ ഞാനും മാത്യുവും തമ്മിൽ ചെറിയ പരിപാടികൾ ഉണ്ട്. സീൻസ് ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച്. പക്ഷെ റാപ്പോ വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ക്യാരക്ടർ വൈസ്. പക്ഷെ അവനും വളരെ രസമുള്ള ഒരു തന്നെയാണ് പ്ലേ ചെയ്തിരിക്കുന്നത് ഇതില്. അതെന്തായാലും തിയേറ്ററിൽ ഗസ്റ്റ് റോൾ ആണോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കണ്ടു നോക്കിയിട്ട് പറയും. കണ്ടിട്ട് ഞാൻ ട്രെയിലർ നോക്കുന്ന സമയത്ത് വേറൊരു കാര്യം നോട്ടീസ് ചെയ്തു. എന്താ പ്രേമം ചില സമയത്ത് അന്ധരാക്കും അല്ലെങ്കിൽ മണ്ടനാക്കും. പ്രേമം മനുഷ്യനെ അന്ധനാക്കും, മാത്രമല്ല മണ്ടനും കൂടി ആക്കും. അന്ധം മാത്രമല്ല മണ്ടനും കൂടി ആക്കും. അങ്ങനെ മണ്ടനായ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? എല്ലാവർക്കും പറയാം. സിനിമയിൽ അത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമയിൽ ആ ഭാഗത്ത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ആ ക്യാരക്ടർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഇത് സംഗീതിന്റെ ക്യാരക്ടർ പറഞ്ഞത്. ജീവിതത്തിൽ അങ്ങനെ കുഞ്ഞ് ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആദ്യത്തെ പ്രണയകാലം 1ാം ക്ലാസ്സിലേക്ക്. എനിക്ക് 29. കുറച്ച് പറയണ 3 വയസ്സ് ഒരു മാനേജ് ചെയ്ത് പറ്റിയ ഒരു സാധനം പറഞ്ഞപ്പോ കണ്ടാ പ്രായം തോന്നില്ല എന്നുള്ളൂ. കണ്ടാ തോന്നില്ല, പക്ഷെ നല്ല പ്രായം ഉണ്ടല്ലേ. ചേട്ടൻ 29 എന്ന് പറയുന്നത് അതിന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. പ്രായം മനസ്സിലല്ലേ? അതെങ്ങനെ ഉണ്ടായി?
നല്ല പ്രായം ഒരു നമ്പർ അല്ലേ? അതെ, it's just a number. അതെ. അതൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല. എന്റെ പ്രായം കൊണ്ടൊന്നും ഒരു മനുഷ്യനൊന്നും നേടാനും നഷ്ടപ്പെടാനും വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നു. ഇത് വല്ലാതെ പോകുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. മണ്ടനായിട്ടുണ്ടോ പ്രേമം? പറഞ്ഞാൽ ഉത്തരം പറയാം. പണ്ടൊക്കെ തേപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ? 1ാം ക്ലാസ്സിൽ വെച്ചുള്ള പ്രമേയത്തിൽ ഇത് അന്ന് അറിയില്ലല്ലോ. 1ാം ക്ലാസ് അല്ലാതെ കഴിഞ്ഞിട്ട് പിന്നീടില്ല. ഇല്ല. മീനാക്ഷിക്ക് അങ്ങനെ എനിക്ക് തോന്നി എന്റെ അടുത്തേക്കാണെന്നൊക്കെ. അതെ, അതൊക്കെ വളരെ സ്വാഭാവികമല്ലേ എല്ലാവരുടെ ജീവിതത്തിൽ. എൻജോയ്, ഫീൽ ഇറ്റ്, ലീവ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം എന്താ പറയാ, ഞാൻ നിങ്ങളുടെ മറ്റൊരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ കണ്ടായിരുന്നു മമിത ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കരഞ്ഞു എന്നൊക്കെ സെറ്റില്. വിഷമിച്ചു എന്താ പറയാ, ആ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളൊരു 10-35 ദിവസം ഞങ്ങളെല്ലാരും അറിഞ്ഞു. അതാ അവിടെ മീഡിയയുടെ കുഴപ്പം. അവിടെ ആർക്കും അറിയില്ലല്ലോ. ഞങ്ങളുടെ ഇടയില് ഞങ്ങള് നീ വിഷമിച്ചായിരുന്നോ, കരഞ്ഞു. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നേ കഴിഞ്ഞിട്ട്. ഞങ്ങള് നോക്കുമ്പോ എപ്പോഴാണ് പോയിട്ട് കരഞ്ഞെന്ന് ഞങ്ങള് കണ്ടില്ല. എപ്പോഴാ പറഞ്ഞ എന്തോ മിസ് ചെയ്തു. നമ്മളെല്ലാരും ഇത്രയും ദിവസം ഒരുമിച്ച് നിൽക്കുമ്പോ പോരുമ്പോ ഉണ്ടാവുന്ന ഒരു എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും നിന്നത് ഒരുമിച്ച ഹൈദരാബാദില്. പറഞ്ഞ പോലെ നമ്മളിപ്പോ നോർമലി ഇപ്പൊ കേരളത്തിൽ ഒരു സെറ്റിലേക്ക് പോകുന്ന പോലെ ഹൈദരാബാദിൽ ഒരു സെറ്റിലേക്ക് പോയപ്പോ എന്താന്ന് വെച്ചാൽ എനിക്കും അത് ഭയങ്കര ന്യൂ ആണ്. കാരണം ഞാൻ അധികം സിനിമകൾ ചെയ്തിട്ടില്ല. ഞാൻ പുറത്തു പോയിട്ടൊരു സിനിമ ആദ്യമായിട്ട് ചെയ്തത്. അപ്പം എല്ലാവരും അവിടെ ഒരുമിച്ചായിരുന്നു. നമ്മൾ നിന്നതൊരു അപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു സ്ഥലത്താണ്. അപ്പം സംഗീത്, നസ്ലിൻ, ശ്യാമേട്ടൻ അവരെല്ലാരും ഒരു റൂമില്, ഞാനും മമിത, അഖില, ഞങ്ങൾ 3 പേരും ഒരു റൂമില് അപ്പാർട്ട്മെന്റില്. അങ്ങനെ, അതായത് 3 BHK അപ്പാർട്ട്മെന്റ് ആയിരുന്നു അങ്ങനെ. അപ്പം ഇപ്പൊ ഇവര് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് വരും, എത്ര ലേറ്റ് ആയാലും വരും. നമ്മൾ അവിടെ തമാശകൾ പറഞ്ഞിരിക്കും, ഒരുമിച്ച് ഫുഡ് കഴിക്കും. എന്താ അങ്ങനെ ഒരു റാപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മള് ഇപ്പൊ റൂംമേറ്റ്സ് അകന്ന് മാറി നിൽക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതുണ്ടായിരുന്നു, എന്തായാലും അതെല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞത് മമിത ഭയങ്കരമായിട്ട് കരഞ്ഞു, നിലവിളിച്ചു. അത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞോണ്ടെങ്കിൽ വിഷമിച്ചു എന്ന് പറഞ്ഞു കരഞ്ഞു നിടങ്ങോട്ടെ, എന്നാലും ഒരു സുഖം ഉണ്ടാവുള്ളൂ. അതെ, നെഞ്ചത്തടിച്ച് കരഞ്ഞു. തുള്ളിയുടെ കണ്ണീരിന്റെ എണ്ണം വരെ ഉണ്ടാവും ചിലപ്പോ. ഓക്കെ. ഇപ്പം നിങ്ങളുടെ ഇപ്പൊ ഹൈദരാബാദ് ആയിരുന്നു ഷൂട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം എന്തായാലും അവിടെ നോൺ മലയാളീസും കൂടുതലുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷൻ ഫണ്ട് പിന്നെ ഒരുമിച്ച് നിൽക്കുമ്പോൾ എനിക്കറിയാം എന്തായാലും സെയിം വൈബുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ എന്തായാലും കുറെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫണ്ണോ ഇൻസിഡന്റോ? നോൺ മലയാളീസ് ആയിട്ടോ നിങ്ങൾ? ഓക്കെ, ഞങ്ങളുടെ എന്താ, നമ്മൾക്ക് ഹൈദരാബാദ് നിന്നില്ല, ഇവിടെ നിന്നില്ല. നമ്മള് പറഞ്ഞല്ലോ ഓൾറെഡി, നമ്മള് ഓരോ സ്ഥലത്തും നമ്മൾ എങ്ങനെ കോമഡി ആയിട്ട് അത് ആലോചിക്കാമെന്ന് ചിന്തിച്ചാണ് ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഈ മാന്യതയുടെ ഈ കൺട്രോൾ ചെയ്തിട്ടിരിക്കുന്നത് പോലെ അല്ല, കുറച്ചുകൂടെ നമ്മള് ഫ്രീ ആയിരിക്കും. അപ്പൊ അതാണ് ഇപ്പൊ എല്ലാത്തിലും അങ്ങനെ തമാശയായിട്ട് തന്നെയാണ്. ഇൻസിഡന്റ് ആണല്ലോ പറയാന്ന് പറ. ഞാനൊരു ചോദ്യം ചോദിക്കാം, ആളങ്ങനെ ഇൻസിഡന്റ് ഫണ്ണി ഇൻസിഡന്റ് ഒന്നും അങ്ങനെ ഇല്ല. ഇവരുടെ 20 മിനിറ്റ് കട്ടായിക്കൊണ്ട് എന്റെ സമയമോ അല്ല, ഇതിൽ ഒരുപാട് ഒരു ദിവസം പല പല ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടാവുന്ന. അതെ, ഓർമ്മയില്ലാന്നല്ല, അങ്ങനെ എടുത്തു പറയാനും ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോ നമുക്ക് ഇതിൽ ഏത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പൊ ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു. സിനിമയിലാണെങ്കിൽ അമൽ ഡേവിസിന്റെ ക്യാരക്ടർ നല്ലപോലെ വണ്ടി ഓടിക്കുന്ന ഒരാളാ. ഞങ്ങളെല്ലാവരും ജീവൻ പണയം വെച്ചിട്ടാണ് ആ കാറിൽ ഇരുന്നിരുന്നത്. ഹൈദരാബാദ് നല്ല തിരക്കുള്ള റോഡിൽ കൂടെ ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു സിറ്റിയില്. അപ്പൊ അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ കുറച്ച് കോമഡിയാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഒക്കെ അവർക്ക് താല്പര്യമില്ല. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് പെട്ടെന്ന് തോന്നി ഇങ്ങനെ എടുക്കും. ഞാനും അങ്ങനെ തന്നെയാണ്, കാരണം എനിക്ക് അറിയാത്തത് കൊണ്ടാ. പക്ഷെ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളതുണ്ട്. പക്ഷെ ഷൂട്ട് കഴിഞ്ഞപ്പോ ഇയാള് ഭയങ്കരമായിട്ട് സംഗീതേട്ടൻ ഭയങ്കരമായിട്ട് പഠിച്ചു ഡ്രൈവിംഗ്. ഗിരീഷേട്ടൻ ആകെ പറഞ്ഞിരുന്ന ഒറ്റ മെയിൻ കാര്യം, പ്രിപ്പറേഷൻ എന്നൊക്കെ പറയണ പോലെ പറയുമ്പോ ആകെ പറയുന്നത് കാർ ഓടിക്കാൻ പഠിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. വീട്ടിലൊരു 3 കൊല്ലമായിട്ട് ഒരു കാറുണ്ട്. പക്ഷെ കാറുണ്ട്, ഡ്രൈവറാണ്. വന്നപ്പോ നോക്കുമ്പോ സംഗീതം ബാക്ക് സീറ്റില് ഡ്രൈവർ ഓടിച്ചോണ്ട് വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അതാണ്, അത് പുള്ളി ഓടിച്ച് കൊണ്ടുവന്നത്. പുള്ളി അപ്പൊ ഷൂട്ടിന് ഇല്ല ഇവിടെ വെയിറ്റ് ചെയ്തു. അല്ല, പക്ഷെ ഇപ്പൊ
പ്രൊമോഷൻ കാറിലല്ലേ, ഐ മീൻ എല്ലായിടത്തും ഇപ്പൊ self drive അല്ലേ? സ്വന്തം കാറിൽ വരും. ഡ്രൈവിംഗ് പഠിച്ച അങ്ങനെ ലാസ്റ്റ് ഡ്രൈവിംഗ് അവിടെ വെച്ച് പഠിച്ചു. അങ്ങനെ റോഡ് ഡ്രൈവർ രണ്ടുപേരെ തട്ടിയെങ്കിലും തട്ടിയോ? ഇല്ല തട്ടിയൊന്നുമില്ല. അത് ഫണ്ടിന് പറഞ്ഞതാ ആണല്ലേ? കഴിഞ്ഞതിൽ കേട്ടല്ലോ രണ്ടുപേരെ തട്ടിയത് ശരിയാണോ എന്നൊക്കെ. അതെ, ഷൂട്ടിങ്ങിനിടയിൽ സംഗീത് രണ്ടുപേര് തട്ടിയിരിക്കുന്നു അതെ പ്രേമലൂടെ. ഓക്കെ, ഞാൻ ഇപ്പം ഇതിന്റെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ കണ്ട സമയത്തും കഴിഞ്ഞ ദിവസം ലുലു മാളിൽ വന്നപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു മീനാക്ഷിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് വളരെ ബോൾഡായിട്ട് ഈ ക്യാരക്ടർ പോലെ ബോൾഡായിട്ട് ഈ ചെയ്ത ക്യാരക്ടർ പോലെ തന്നെ ഉള്ള കാര്യം ഉള്ളതായിട്ട് പറയുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ആളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ പ്രൊമോഷൻ ഭാഗം എന്താ? ഞാനോർത്ത് 20 മിനിറ്റ് കഴിഞ്ഞു. നിന്റെ ചോദ്യം. ഓക്കെ, അപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പം ഡ്രസ് എന്താ പറയില്ല, ഞാൻ വേറെ കാര്യം തിരിച്ചാ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് ആരാധകരെ ഏറ്റെടുക്കും. പക്ഷെ എന്നാൽ പോലും ഈ വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ അതിനോടൊക്കെ മീനാക്ഷി എങ്ങനെ പ്രതികരിക്കും? ഞാൻ പ്രതികരിക്കാനേ നിൽക്കുന്നില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. 2 കൈ കൂട്ടിയടിച്ചല്ലേ സൗണ്ട് വെക്കോളൂ, ഒരു കൈ അവിടെ നിന്ന് അടിച്ചോട്ടെ സൗണ്ട് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒന്നും അങ്ങനെ ഓൺലൈൻ മീഡിയ തുടങ്ങിയ കാലം തുടങ്ങി കേൾക്കുന്ന ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു മാറ്റം. ഞാൻ ഏത് ചെന്നിരുന്നാലും അല്ല, ഞാൻ ആ ഇന്റർവ്യൂ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ ഇത് പ്രതീക്ഷിച്ചാ പോകുന്നത്. മീനാക്ഷി അതിനെ എങ്ങനെ നേരിടുന്നു, ഞാൻ എങ്ങനെ നേരിടുന്നതായിട്ട് അതൊക്കെ തോന്നുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒന്നാമത് ഈ ഒരു മീഡിയയിൽ നിൽക്കുമ്പം ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം വന്ന് നിൽക്കുക. അല്ലാതെ നാട്ടുകാരൊക്കെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, അല്ല ഞാൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം പ്രിയങ്ക ചോപ്ര ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ 90% നമ്മുടെ ലൈഫും ഓഡിയൻസിനാണ്. അപ്പം അതിനകത്തിപ്പം ഞാൻ പറയട്ടെ, ഇപ്പം പേഴ്സണൽ ലൈഫിൽ എത്രയും ആളുകൾ നമ്മളെ കമന്റ് പറയണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അവരത് പറയും. അത് നമുക്ക് ഒരിക്കലും മറ്റേ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ആരും പേഴ്സണൽ ലൈഫിൽ വന്ന് ആരും തലയിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്, ബട്ട് സ്റ്റിൽ അങ്ങനെ ആളുകൾ ചെയ്യും. അപ്പം പ്രൊഫഷണലി നമ്മളെ വിമർശിക്കുന്നതിനോടൊപ്പം അവര് ചിലപ്പോൾ അവർ ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റേ ഈ സോ കോൾഡ് സംസ്കാരത്തിനെതിരായിട്ട് അവർക്ക് തോന്നുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴോ ആ ഒരു വിമർശനം വരും. നമുക്കതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. മിണ്ടായിരിക്കാന്ന് വെച്ചാൽ വായോടച്ച് മിണ്ടായിരുന്നു നമ്മുടെ ഇഷ്ടത്തിനങ്ങ് ജീവിക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് സമാധാനത്തിൽ ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്. 10 സെക്കൻഡ് ചാലഞ്ച് എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ഞാൻ ചില കാര്യങ്ങൾ പറയും, അത് 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആൻസർ പറയണം. പറഞ്ഞില്ലെങ്കിൽ ചെറിയൊരു ടാസ്ക് ഉണ്ട്. അല്ല, ആർക്ക് വേണമെങ്കിലും പറയാം, ഓരോരുത്തരോട് ചോദിക്കും. ഓക്കെ, ഇതാണ് ടാസ്ക്. എന്താ വെള്ളം കുടിക്കണോ? അല്ല അല്ല, നല്ല ടാസ്ക്. നാരങ്ങൊക്കെ ക്ലാസ് എന്തിനാ? തിന്നാത്ത ടാസ്കാ. തിന്നാണ്ടാത്ത ടാസ്കാ. ഫസ്റ്റ് ആരോട് ചോദിക്കാം? സംഗീതനോട് ചോദിക്കാം. 10 സെക്കൻഡ് ആണ് ടൈം. അതിനുള്ളില് ഇത് ഏത് തരത്തിലുള്ള ജനറൽ നോളജ്? അല്ല, ഓക്കെ, എക്സാമ്പിൾ പറയാം. ഇപ്പൊ 3 ലാലേട്ടന്റെ സിനിമ പറയണം 10 സെക്കൻഡിനുള്ളിൽ, പറ്റില്ലേ? അങ്ങനത്തെ സിമ്പിൾ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10 സെക്കൻഡിനുള്ളിൽ 3 ലക്ഷറി കാർ ബ്രാൻഡ്സ്. കാർ ബ്രാൻഡ്സാ? പോർഷെ, സ്കോഡ, ലക്ഷറി, വോൾവോ. കഴിഞ്ഞു. കഴിഞ്ഞില്ല, പറഞ്ഞില്ലേ? അല്ല, സ്കോഡ ഇല്ല, ലക്ഷറി അല്ല. അല്ല, സ്കോഡ ലക്ഷറി അല്ലടാ. ഒന്നും ചോദിക്കണ്ട. മോഹൻലാലിന്റെ സിനിമയെന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞ ഇത് തുറക്കാമോ? തുറന്നു വായിച്ചോ. നക്ഷത്രം പുണർദം. നുണക്കഥ പറയുക. ഞാൻ നക്ഷത്രം പുണർദെന്നൊക്കെ. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ തന്നെ മസ്താനി ആയിരുന്നു ആങ്കർ എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ത്രിൽഡ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ വന്നപ്പോ തുടങ്ങി മസ്താനിയുടെ ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ ഇംപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി മനീഷ് നാരായണനോട് കിടപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം വളരെ രസമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 20 മിനിറ്റിൽ ഈ ഇന്റർവ്യൂ തീരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് വേണ്ടല്ലേ? ഓക്കെ, അടുത്തത്. മീനിന്റെ പേര് വരുന്ന 3 സിനിമ പേരുകൾ. മീനിന്റെ പേര് വരുന്ന 3 മത്സ്യത്തിന്റെ പേര് വരുന്ന. ഓക്കെ, സ്റ്റാർട്ട്. വരാൽ.
ഡോൾഫിൻ. പറയല്ലേ മൊത്തം പറയല്ലേ കണ്ടു പോകല്ലേ. വരാൾ, ഡോൾഫിൻ, നത്തോലി ഒരു ചെറിയ മീനല്ല. പറഞ്ഞു കൊടുത്തല്ലേ അത്. We can take extra helps, അപ്പൊ bro. നസ്ലിൻ ടാസ്ക് എടുക്കണം. അങ്ങനൊന്നുമില്ല, എനിക്ക് പരാതിയില്ല. അതെ, എനിക്ക് പരാതിയില്ല. അല്ല കൊടുത്തോ, ടാസ്ക് കൊടുത്തോ, എന്തായാലും ഉത്തരം അല്ല, പറഞ്ഞു. ആര് ഞാനാണോ? അല്ല, അല്ല. നെസ്ലല്ലേ ഇവൾക്കന്നെ കൊടുക്ക്. ശരി. അത് അതിന്റെ Roast someone. Oh my god. Please, I'm എന്നെ roast very ചെയ്തു. bad at roasting, man. കറക്റ്റ്. Roast someone. Okay, എനിക്ക് എന്ത് roast എനിക്ക് ചെയ്യാൻ? കഴിഞ്ഞ എനിക്ക് ഇന്റർവ്യൂവിൽ അറിയില്ല. കിട്ടിയത് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ റോസ്റ്റ് ചെയ്തു. എനിക്ക് വേണ്ട, ഞാൻ മസ്താനിനെ അതാണ് ഇല്ല ഇങ്ങോട്ടാണല്ലോ. ഞങ്ങൾക്ക് അറിയൂട്ടോ. ഭീഷണിയാണോ? എന്താ കരയിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങള് റോസ്റ്റ് ചെയ്യാൻ? അയ്യോ, എനിക്ക് അറിയത്തില്ല എങ്ങനെ റോസ്റ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യും? മറ്റേ മഴയിൽ മനോരമ അല്ല, എനിക്ക് ഒരു സ്റ്റാർട്ട് ഇട്ട് തരും ആരെങ്കിലും. ഈ ഷോയുടെ പേരെന്താന്ന് നോക്കി അപ്പൊ തന്നെ കിട്ടും. അല്ല, ഞാൻ ആക്ച്വലി പിന്നെ തന്നെ മറ്റേ പല ഇന്റർവ്യൂസും ഞാൻ കാണാറുണ്ട്. ഇപ്പൊ ഇല്ലില്ല, നേരത്തെ ഇപ്പൊ സംഗീത് പറഞ്ഞതുപോലെ മറ്റെന്താ മനീഷ് നാരായണനോട് പിടിക്കുന്ന ചോദ്യങ്ങളാണ്. അത് എന്ത് ലെവല് ചോദ്യങ്ങളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല സത്യത്തില്. എന്താ, എനിക്കത് ആ വേർഡ് ഇവിടെ പറയാൻ പറ്റത്തില്ല. അത്ര കാര്യങ്ങളൊക്കെ കഴിയുന്നു. ഇങ്ങനെയാണോ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്? ഒരു ഇന്റർവ്യൂവർ അല്ലേ താങ്കൾ? അപ്പൊ കുറച്ചുകൂടെ കൈ പിടിക്കുന്ന പാത്രമെങ്കിലും കുറച്ച് ബലത്തിൽ പിടിക്കാൻ പഠിക്കണം. അതുപോലും ഇല്ലാത്ത ഒരാളെ പിടിച്ച് ഇന്റർവ്യൂവിനെ പിടിച്ചിരുന്നത് ഭയങ്കര ബോറാണ്. മതി. 20 മിനിറ്റ് ആയില്ലേ? ഇല്ല. അടുത്തത് 3 മേക്കപ്പ് പ്രോഡക്ട്സ്. ഓ, അത് എനിക്ക് വരേണ്ടതായിരുന്നു. അയ്യോ, ലാക്മേ അല്ല, പ്രൊഡക്റ്റ് മേക്കപ്പ് പ്രൊഡക്ട്സ്. ലിപ്സ്റ്റിക്, പൗഡർ പാഡ്, പിന്നെന്താണ് കഴിഞ്ഞു. ഒരു ബ്രഷ്, കോമ്പാക്ട്. നോക്കിട്ട് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ കൂടെ ഉള്ള ഒരാളെ കുറിച്ച് കുറ്റം പറയാ. ഇല്ലാത്ത ആളെ പറ്റി പറഞ്ഞു. അത് ഉറപ്പായിട്ടും ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞു മീനാക്ഷിനെ കുറിച്ചിട്ട്. മീനാക്ഷിനെ കുറിച്ചല്ല, മീനാക്ഷിനെ കുറിച്ചൊന്നും ഇല്ല പറയാൻ. പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല. അങ്ങോട്ടേക്കാണല്ലോ ഇരിക്കുന്നത്. പറഞ്ഞു. അല്ല, പുള്ളി ആക്ച്വലി ഭയങ്കര അടിപൊളി ആളാണ്. കുറ്റം കുറ്റം പറയാനായിരുന്നു. പുള്ളി എന്താ പറയാ, സംഗീതത്തിനെ പറ്റി കുറ്റം. ചേട്ടാന്നോ? നീ അങ്ങനല്ലല്ലോ കുറച്ച് ഇതിലെളുപ്പം ക്വസ്റ്റ്യൻ ഉത്തരം പറയാനായിരുന്നു. അതിന് കുറ്റം കിട്ടുന്നില്ല. കുറ്റം ഇല്ല. ഓക്കെ, വേറെ ടാസ്ക് ആണോ? അത് ടഫാണെങ്കിൽ ഇല്ല കുഴപ്പമില്ല. അതെ, കുറ്റം പറയാന്ന് പറഞ്ഞോടാ. പറഞ്ഞോട്ടെ, ഉണ്ടാക്കി എങ്കിലും പറഞ്ഞോട്ടെ. അല്ല, എനിക്കിപ്പോ ആലോചിച്ചിട്ടൊന്നും ഇയാള് ഭയങ്കര എന്താണ് മറ്റൊരാളുടെ സക്സസിൽ അത് കുറ്റമൊന്നുമില്ല. എന്താണ് വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു ആളാണ്. എല്ലാം എനിക്ക് എന്തായാലും ഇത് ആൾക്കാർക്ക് അറിയാം. ഇത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള എല്ലാം എനിക്ക് വേണം എന്നുള്ളൊരു മനോഭാവമുള്ള ഒരാളാണ്. പോരെ, ഇപ്പൊ തന്നെ നടുക്കത്തെ സീറ്റിലായിരിക്കാൻ പോയതായിക്കോളൂ. ഒന്നിരുന്നു എനിക്ക് സെൻട്രൽ സീറ്റ്. ഓക്കെ, അടുത്തത് കഴിഞ്ഞില്ലേ? നെസ്ലിൻ അഭിനയിച്ച 3 സിനിമ. നെസ്ലിനെ തണ്ണീർമത്തൻ, ശരണ്യ, സൂപ്പർ ശരണ്യ. കഴിഞ്ഞു. 10 സെക്കൻഡിനുള്ളിൽ ഇല്ല. 3 കഴിഞ്ഞിട്ട് 10 ആണോ നിങ്ങള്? ടാസ്ക് ചോദിക്കേ, കൂടെ ഉള്ളവരോട് ടാസ്ക് ചോദിക്കേ. നിങ്ങക്ക് ഫ്രീ ചോയ്സ് കൊടുത്തോ. ഓ, അങ്ങനെ ഒരുമാതിരി മറ്റേ സ്ഥിരം പാട്ട് ഇത് വേറൊരു കുറുക്ക് വഴി നല്ല അത് ക്യാൻസൽ ആയില്ലേ മറ്റേത്?
ആംഗ്യമൊക്കെ ചിരിപ്പിക്കാൻ ആൾക്കാരെ കോമാളി ആക്കണം മനുഷ്യ കൊണ്ടെത്തിയിട്ട് എടുത്തു ആദ്യത്തെ മനസ്സിലായി. ആംഗ്യ ഭാഷയിൽ ചിരിപ്പിക്കാനുള്ള എനിക്ക് സംഭാഷണം പറഞ്ഞിട്ട് തന്നെ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റാറുണ്ട്. പിന്നെ ഇനി ടാസ്ക് വരില്ല. മറ്റേത് പിടിച്ചോന്നാ ടാസ്ക് ചെയ്യാം. പറഞ്ഞോ എന്തേലും പറഞ്ഞ ഈ പ്രേമലുവിന്റെ പോസ്റ്ററിൽ പോയി ഒന്ന് ചുംബിച്ചാ മതിയോ? ഓക്കെ മസ്താനി ചുംബിക്കൂ, കൂടുതൽ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും പോരെ. ചെയ്യിപ്പിച്ചാ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ചുംബിക്കാനോ? മസ്താനിയെ കൊണ്ട് ചുംബിപ്പിക്ക് ഇവിടെ പ്രേമലൂല്. എങ്ങനെ അതാണ് ടാസ്ക്. മസ്താനിയെ കൊണ്ട് ചുംബിപ്പിക്കണം എന്നുള്ളതാണ് ചെയ്യിപ്പിച്ചിട്ട് ഇതെന്റെ ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്ന് എനിക്ക് വേണ്ടിട്ട് പോയി ആ പ്രേമലു എല്ലാരും സിനിമ കാണണമെന്ന് പറയും. എല്ലാരും സിനിമ കാണണം. ചുംബിച്ചിട്ട് പറയണം. ഞാൻ ചുംബിക്കൂല. ഇത് മിക്കവാറും ഒരു മറ്റേ ക്ലിക്ക് ബൈറ്റ് ഒക്കെ മറ്റേ സീൻസ് ആണ്. ഇങ്ങനെ മസ്താനിയോട് ചുംബിക്കാൻ എനിക്കിതില് പങ്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ അപ്പൊ അതിൽ ഔട്ടായിട്ടോ. അടുത്തത് ലാസ്റ്റ് വൺ. ഓക്കെ ഈസിയുള്ള തരാം. ആരോടാ? മീനാക്ഷി. ലാലേട്ടനും മമ്മയ്ക്ക് ഒരുമിച്ച് അഭിനയിച്ച 3 സിനിമ. ഹരികൃഷ്ണൻസ് 2020, മറ്റേ ചെന്നൈക്ക് പോണ പടം മദ്രാസ് 20, ചെന്നൈക്ക് പോണ പടം നമ്പർ 20 മദ്രാസ് മെയിൽ. കുഴപ്പമില്ല 10 ആയി. ഓക്കെ നസ്ലിൻ. കഴിഞ്ഞില്ല ഇത് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടോ. ഇത് ലാസ്റ്റ്. ഈസിയുള്ള തരാമേ. മമ്മൂക്കയുടെ 3 സോങ്സ്. 3 സോങ്സ്. ആ ഓക്കെ. അത് സിനിമ പേര് പറഞ്ഞാൽ മതി. അപ്പൊ അതിലത്തെ പാട്ട് പാടേണ്ടി വരും. പറഞ്ഞാ മതി. സ്റ്റാർട്ട് കേട്ടോ. എന്നൊക്കെ തുടങ്ങാൻ പറ്റേ? ഞാൻ പറഞ്ഞിട്ട് 10. ഇത്ര ഈസി അല്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. മറ്റേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ടൈം സ്റ്റാർട്ട്. പൊന്നെ പൊന്നമ്പിളി, പിന്നെ അത് മമ്മൂട്ടി. ഇല്ല കഴിഞ്ഞു 11 സെക്കൻഡ് ആയി. കൊറേ സമയം ടൈമറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതില് ഈസി എന്താ? അല്ല ഇത് ഇവിടെ വന്നിരുന്ന് നോക്ക് അപ്പൊ അറിയാം ഇതില് ഈസി എന്താന്ന്. എന്തായിരുന്നത്? കൂടെയുള്ള ആളെ പൊക്കി പറയുക. അത് തനിക്ക് വേണോ? ഇത് മീനാക്ഷി. കൂടുള്ള രണ്ടുപേരെ പൊക്കി പറയാം. മീനാക്ഷി വളരെ ഇത് കാര്യമായിട്ടുള്ള വളരെ രസമാണ്. മീനാക്ഷി വളരെ എന്റർടൈനിങ് ആണ്, കുറച്ച് ഹൈപ്പർ ആണ്, പിന്നെ എന്താ വളരെ ബോൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അടുത്ത ഒരാളെ പറ്റിട്ടാ പറയാൻ പറഞ്ഞ എന്നെ പറ്റിയാണ് ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗെയിം അവസാനിച്ചിരിക്കുകയാണ്. സന്തോഷമില്ല? പിന്നെ സന്തോഷം. ഓക്കെ ശരി. അപ്പൊ എന്തായാലും പ്രേമലു തിയേറ്ററിൽ റിലീസ് ആവുമ്പോ ആണ്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പൊ വലിയൊരു വിജയം ആവട്ടെ. വളരെ സന്തോഷം. ഇപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് എത്തിയല്ലോ. ആളുകള് ഞങ്ങളിവിടെ ഗെയിം കളിക്കാൻ അങ്ങനെ പറയാൻ എനിക്ക് വിഷമായി. ഷോയുടെ പേരും കൂടെ ഒന്ന് ലാസ്റ്റ് പറയണം. മസ്തി വിത്ത് മസ്താനി. ഓ മസ്തി ഫൺ ചാറ്റ് അല്ല കേട്ടോ. മസ്തി വിത്ത് മസ്താനി. മസ്തി വിത്ത് മസ്താനി. ഓക്കെ അപ്പൊ എന്തായാലും എന്റെ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. Thank you, Mastani. സക്സസ് ഔട്ട്. Thank you. Okay, thank you.